അത്രയും കുട്ടികളെ എന്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല? അതിന്റെ റീസൺ ഒന്ന് പറയാനാ ടീച്ചറിനോട് മണിക്കൂറുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറിന്റെ എതിരെ മൊഴി കൊടുത്തു പറഞ്ഞ് ഒരു സഹപ്രവർത്തകയല്ലേ കടിച്ചത്, കടിച്ചില്ലെങ്കിൽ ആ ടീച്ചർ പറയട്ടെ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയോ? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായി. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല. വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല. കൊല്ലത്ത് ശാസ്താംകോട്ട സ്കൂളിൽ വർഗീയ വിഷം ചീറ്റിത്തെറിപ്പിച്ച് ഒരു അധ്യാപിക. എന്താല്ലേ, നമ്മൾ വാർത്തകളെല്ലാം കണ്ടതാണ് ഈ ഒരു വിഷയം. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഏറ്റവും വലിയ വിഷം, കേരളത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പ് ശശികല ടീച്ചർ അവരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് ശേഷം അതിനേക്കാളും കൂടിയ വിഷമാണ് ഈ കൊല്ലം ശാസ്താംകോട്ട ഈ സ്കൂളിലെ ഈ ഒരു അധ്യാപിക എന്ന്, ഈ ഒരു പ്രഥമ മെയിനായിട്ടുള്ളൊരു അധ്യാപിക എന്ന് ഇതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായത്. നമുക്കറിയാം ഈ ശശികല ടീച്ചറുമായിട്ട് അവരൊന്നും ടീച്ചറെന്ന് വിളിക്കാനേ പറ്റത്തില്ല. കാരണം എങ്ങനെ വിളിക്കൂടെ? പിന്നെ പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഇവരൊന്നും ടീച്ചറെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവരെ പോലെയുള്ള ഈ വർഗീയവാദികളൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അല്ലേ. അപ്പം കൊല്ലത്ത് അഡ്മിഷൻ എടുക്കാൻ വന്ന കൊല്ലം സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന 35 ദറസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകത്തില്ല എന്ന് പറഞ്ഞ്, അത് മുസ്ലിങ്ങളായതുകൊണ്ട് അഡ്മിഷൻ നൽകത്തില്ല എന്ന് പറഞ്ഞ് വിഷൻ ചീറ്റിത്തെറിപ്പിച്ച ഈ അധ്യാപികയെ ന്യായീകരിച്ച് ഈ അധ്യാപികയെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ശശികല ടീച്ചറും രംഗത്ത് വന്നിട്ടുണ്ട്. അവരിട്ടേക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം, എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് വയ്ക്കാം, വാർത്തയും വയ്ക്കാം. ഓക്കെ, ആദ്യം തന്നെ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഒരു വാർത്ത ഞാൻ വയ്ക്കാം. കാരണം ചിലപ്പം ഇത് കാണാത്ത ആളുകളും കാണും, അപ്പം എന്നാലേ അവർക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ നിയമം പാലിക്കുക, സ്കൂളിൽ എന്താണ് ചട്ടങ്ങൾ അതൊക്കെ പാലിക്കുക, അത് ഓക്കെ. പക്ഷേ ഇതുപോലെ മുസ്ലിം ആയതുകൊണ്ട് അഡ്മിഷൻ ഇല്ല, ഹിന്ദുക്കളായതുകൊണ്ട് അഡ്മിഷൻ ഇല്ല, ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അഡ്മിഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷം ചീറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. മനുഷ്യനെ മനുഷ്യരായിട്ട് കാണാൻ പഠിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആയിട്ട് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു മനുഷ്യന്മാരായിട്ട് കാണാൻ പഠിക്കുക അല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ ആ ഒരു വാർത്ത വെച്ച് തരാം. അതിനു മുമ്പ് നമ്മളെ ഇതുപോലുള്ള വർഗീയ ടീച്ചർമാർ, വർഗീയ വിഷം തുപ്പിയെറിയുന്ന ടീച്ചേഴ്സിനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ ആ വാർത്തയൊന്ന് നിങ്ങളൊന്ന് കണ്ടുപോകെ. ശാസ്താംകോട്ടിലെ ഡോക്ടർ CT ഈപ്പൻ മെമ്മോറിയൽ റെസിഡൻഷ്യൽ HSലെ പ്രധാന അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. ഒരു മതവിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ നൽകുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. അതേസമയം സർക്കാർ മാനദണ്ഡം പാലിച്ച് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ നൽകിയെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു. വെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകില്ലെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. 32ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. അധ്യാപകരും PTA ഭാരവാഹികളും ആവശ്യപ്പെട്ടിട്ടും കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നില്ല. മാനേജ്മെന്റിലും DOയ്ക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇവർക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ യാതൊരു നടപടിയില്ല, നിലവിൽ നിയമമില്ല. TC ട്രാൻസ്ഫർ ആയ അതെ, ഇവർക്ക് ഈ വന്ന 35 പേർക്ക്, അത് ഇനി മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അഡ്മിഷൻ കൊടുക്കാതിരിക്കേണ്ട യാതൊരു റൈറ്റ്സും അവർക്കില്ല. അഡ്മിഷൻ നിഷേധിക്കേണ്ട യാതൊരു കാരണവുമില്ല. പിന്നെ അവരേതായിട്ടുള്ള സ്കൂളിൻ്റെ നടപടി അല്ലെങ്കിൽ ചിട്ടഘട്ടങ്ങൾ പറയാനാണെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല എന്താണ് കാരണമെന്ന്, അഡ്മിഷൻ കൊടുക്കാതിരിക്കേണ്ട കാരണമെന്ന് എന്താണെന്നും പറഞ്ഞിട്ടില്ല. വീഡിയോ ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇവരൊന്നും മറുപടി പറയാതിരിക്കുന്നത്. പക്ഷേ മീഡിയ പറഞ്ഞ എന്താണ്, അഡ്മിഷൻ കൊടുത്തു എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുണ്ടെങ്കിൽ ആ കാണിക്കുന്ന വീഡിയോയിലൊക്കെ ഉൾപ്പെടെ ഇവരുടെ അടുത്ത് ഒരുപാട് വട്ടം ചോദിക്കുന്നുണ്ട്, മണിക്കൂറുകളോളം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ആൻസർ പറയാലോ, എന്തെങ്കിലും ഒരു കാരണം പറയാലോ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, മനസ്സിനകത്ത് ഇങ്ങനെ ഈ വർഗീയത ഇങ്ങനെ കിടക്കുവാണ്. മുസ്ലിങ്ങളായോണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കളായോണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയോണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളായതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ല, അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് കുരു പൊട്ടും എന്നുള്ളൊരു മനസ്സിൽ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ കിടക്കുവാണ് അല്ലേ. എന്താണ് ടീച്ചറെ നിങ്ങളൊക്കെ
എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് നല്ല നല്ല ഉയർച്ചകളിലേക്ക് വിടേണ്ട നിങ്ങളൊക്കെ ഇങ്ങനെ വർഗീയത മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ഈ ഒരു ഭാവിയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും? നിങ്ങളൊക്കെ ഇങ്ങനെ വർഗീയ വിഷം തുപ്പി അവരിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയല്ലേ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരെയും അവസ്ഥ അതുപോലെ ആവത്തില്ലേ? എന്താ അല്ലേ? ഞാനിവിടെ ഇത് മാത്രമല്ല, ആ സ്കൂളിലെ മറ്റുള്ള അധ്യാപികമാരുൾപ്പെടെ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം പറയുന്നത് ഇവർ മൊത്തത്തിൽ ഇവർ ഒരു എല്ലാ കാര്യത്തിലും ഇവർ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു വർഗീയത മാത്രം കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു ടീച്ചറാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളെ ശശികല ഉണ്ടല്ലോ, പാമ്പ് ശശികല. അപ്പം അവർ 1-2 പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിനകത്ത് പങ്കുവച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. ഈ ടീച്ചർ എൻ്റെ ആരുമല്ല. സ്കൂളിൽ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത് എന്താകുമെന്ന് വളരെ കൃത്യമായി എനിക്കറിയാം. ജോലി പ്രതീക്ഷയിൽ നിൽക്കുന്ന താൽക്കാലിക അധ്യാപികയെ വളരെ നന്നായി മനസ്സിലാകും. അവരുടെ വിഷമവും മനസ്സിലാകും. പക്ഷേ ആ ജൂനിയർ ടീച്ചറുടെ തുറന്നു പറയൽ കുറച്ചധികം കടന്നുപോയി. ഈ മെയിൻ അധ്യാപികക്കെതിരെ 1-2 അധ്യാപികമാർ വന്നിട്ട്, അധ്യാപികമാർ മാത്രമല്ല എല്ലാവരും ആ സ്കൂളിലുള്ള എല്ലാ അധ്യാപികമാരും അധ്യാപകരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ അധ്യാപിക ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഇവരുടെ സ്വഭാവം വളരെ മോശമാണെന്നാണ് പറയുന്നത്. അപ്പം അതിനെതിരെയാണ് ശശികല ടീച്ചർ ഇവിടെ ഇതിനകത്ത് സംസാരിക്കുന്നത്. ആ വീഡിയോ ഞാൻ വെക്കാം. ഈ അധ്യാപികയുടെ തുറന്നു പറച്ചിൽ, സത്യം പറഞ്ഞാൽ അവരെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ അധ്യാപികമാരെന്ന് വിളിക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ വിഷം ചീറ്റി എറിഞ്ഞങ്ങ് തെറിപ്പിച്ച് കളയുന്ന ഇതുപോലുള്ള ടീംസുകളെ അല്ല. പക്ഷേ ആ ജൂനിയർ ടീച്ചറുടെ തുറന്നു പറയൽ കുറച്ചധികം കടന്നുപോയി എന്ന് പറയാതെ വയ്യ. അവർ സത്യമല്ലേ പറഞ്ഞത്? ടീച്ചറുടെ മുൻകരുതൽ വളരെ കേമമായി കാണാം. ടീച്ചർക്ക് അറിയാമായിരുന്നു ഏത് വിഷയത്തിൽ കയറി പിടിച്ചാലാണ് പൊതുസമൂഹം തൻ്റെ കൂടെ ഉണ്ടാവുക എന്നത്. അവരനുഭവിച്ച മാനസികമായിട്ടുള്ള പീഡനവും അവർ നേരിൽ കണ്ട കാഴ്ചയുമാണ് സമൂഹത്തോട് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് അവരോട് ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ട് അവർ ഉത്തരം പറഞ്ഞില്ല? പിന്നെ ആ സ്കൂളിലെ ചിലപ്പം വീഡിയോ ഇത് കാണുന്ന ആളുകൾക്ക് തോന്നാം അത് മുസ്ലിം പറഞ്ഞിട്ടുള്ള ദറസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പം തൊപ്പിയും തലപ്പാവും ഇതൊക്കെ കാണും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയണം. സ്കൂളിൽ വരുന്ന സമയത്ത് തൊപ്പിയും തലപ്പാവും ഒക്കെ മാറ്റി സ്കൂൾ യൂണിഫോമിൽ വരിക എന്ന് പറഞ്ഞാൽ പോരെ, വിഷയം തീർന്നില്ലേ? അത് കാരണം പോലും പറയാതെ മിണ്ടാതിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹെഡ്മിസ്ട്രസും സ്റ്റാഫും 2 ധ്രുവങ്ങളിൽ നിന്ന് വ്യക്തം. അത്തരം ഒരു സ്കൂളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും ആരും തയ്യാറല്ല. കാരണം ഏത് അഡ്ജസ്റ്റ്മെൻറ്റും പാരയായി മറുഭാഗം ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും ആ പ്രഥമ മെയിനായിട്ടുള്ള അധ്യാപികക്കെതിരെയാണ് സംസാരിച്ചത്. അവർ നല്ലൊരു വ്യക്തിയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെ അല്ലേ? ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യാത്ത കാര്യം എന്താ? അവർ ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് കിടക്കുന്ന ആളായതുകൊണ്ടാണ്. അത്തരമൊരു ഇവിടെ ഈ വന്നിട്ടുള്ള ശശികല ടീച്ചർ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, ന്യായീകരിക്കുകയാണ്. അവരാ ചെയ്തത് 35 വിദ്യാർത്ഥികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള അവരെ അവകാശം നിഷേധിച്ചതിനെ ന്യായീകരിക്കുകയാണ് ഇവർ. എന്താല്ലേ, എന്ത് ആളുകളാണ്, എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ എങ്ങനെയാണ് ടീച്ചറാവുന്നത്? അത്തരമൊരു വിദ്യാലയത്തിൽ ഒരു ഹെഡ്മിസ്ട്രസ് തീർച്ചയായും വളരെ ശ്രദ്ധിച്ച നിലപാടുകൾ എടുക്കൂ. കാരണം ഏറ്റവും ആദ്യം പണി കിട്ടുന്നത് അവർക്കായിരിക്കും. ഇത്തരം ഒരു അഡ്മിഷൻ നടത്തി അതിനുശേഷം ആ വിദ്യാലയത്തിലെ ഹെഡ്മിസ്ട്രസിനോട് വിരോധമുള്ള ആരെങ്കിലും ഏതെങ്കിലും അധികൃത സ്ഥാനത്തേക്ക് ഒരു ഊമക്കത്ത് അയച്ചാൽ സ്ക്വാഡും വിദ്യാലയത്തിൽ കയറി നിരങ്ങും. അത്യന്തികമായി അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ഹെഡ്മിസ്ട്രസ് ഒറ്റയ്ക്കായിരിക്കും. ഇതൊക്കെ വിദ്യാലയത്തിനകത്തുള്ള വാസ്തവങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരു ഹെഡ്മിസ്ട്രസിൻ്റെ ജോലി സ്ഥലത്ത് ചെന്ന് ഇത്രയും നികൃഷ്ടമായ വിധത്തിൽ പൊതുസമൂഹം കൈകാര്യം ചെയ്തിട്ട് ഇവിടുത്തെ അധ്യാപക വൃന്ദത്തിന് ഏതെങ്കിലും പറയാനുണ്ടോ? അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് മുസ്ലിം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാത്തതിലല്ല, മറിച്ച് മറ്റെന്തോ ഒരു ഉടായ്പ് കാരണം ഉണ്ടാക്കിയാണ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ അഡ്മിഷൻ കൊടുക്കാത്തത് തെറ്റാണെങ്കിൽ അതേ പേരിൽ തന്നെ സസ്പെൻഡ് ചെയ്യാമായിരുന്നില്ലേ? അപ്പോൾ ഉറപ്പാണ് അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ സാധിക്കില്ല. അവർ ചെയ്തതിൽ നിയമലംഘനം ഇല്ല എന്ന്. നിയമലംഘനം സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക്
ഒരു സർക്കാർ സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പഠിക്കാൻ വരുന്ന ഏത് മതർക്കും, ഇന്ന മതർക്കൊന്നുമില്ല, എല്ലാ മതസ്ഥത്തിലുള്ള ആളുകൾക്കും കുട്ടികൾക്കും അവിടെ പഠിക്കാനുള്ള അവകാശമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ആ അവകാശം നിഷേധിച്ച ഇവരാണ് തെറ്റുകാരി അല്ലേ? ഈ ടീച്ചറാണ് തെറ്റുകാരി അല്ലേ? അല്ലെ അവർക്ക് പറയാം. ആ സ്കൂളിന് ഒരു നിയമമുണ്ട്. സ്കൂളിന് എല്ലാ സ്കൂളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള യൂണിഫോം ആയാലും ചിലപ്പോൾ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അത് തുറന്നു പറയണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. സ്കൂളിൽ യൂണിഫോം മാത്രമേ ധരിക്കാവൂ എന്ന് പറയണമായിരുന്നു. എല്ലാ സ്കൂളുകളിലും അങ്ങനെയാണല്ലോ. അവർ ചെയ്തതിൽ നിയമലംഘനം ഇല്ല എന്ന് വേണമെങ്കിൽ ജൂനിയർ ടീച്ചറിനോട് അനുഭാവം കാണിച്ചില്ല എന്ന ധാർമ്മികമായ പരാതി പറയാം. ഇതിനപ്പുറം നിയമപരമായി അവർ ചെയ്തതിൽ തെറ്റില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ ശിക്ഷാ നടപടി എടുക്കാമായിരുന്നു. ഏതോ TC ഫോർവേഡ് ചെയ്തതിലുള്ള അപാകതയോ മറ്റെന്തോ പറഞ്ഞാണ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു സൂചനയാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം വരുമ്പോൾ അവർക്ക് അനുകൂലമായി തീരുമാനമെടുത്തില്ലെങ്കിൽ ഏത് പദവിയിലിരിക്കുന്നവരും ഇത്തരത്തിൽ ചില ശിക്ഷ നടപടികൾ ഇരിക്കേണ്ടി വരും. കാരണം വിദ്യാഭ്യാസം മാത്രമല്ല, കേരളം തന്നെ അവരുടെ കയ്യിലാണ്. ഇത് വളരെ അപകടമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. കണ്ടില്ലേ, എന്തൊരു വർഗീയതമായ വിഷമാണ് ഇവർ തുപ്പുന്നത്. ഇവർക്കെന്താണ് ഈ മുസ്ലിങ്ങളോട് ഇത്രയും വെറുപ്പും ഇത്രയും വിദ്വേഷമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സഫയുടെ മൗനാനുഭാവം പ്രതീക്ഷിച്ചേ മതിയാവും. കാരണം പോസ്റ്റ് നിലനിർത്തുക എന്നത് മാനേജ്മെൻറ്റിൻ്റെ അത്യാവശ്യമാണല്ലോ. കൊള്ളാം ഇല്ല, ഈനാമ്പാച്ചിക്ക് മരപ്പട്ടി കൂട്ടം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഓക്കെ, ഇനി ഞാനിവിടെ ആ സ്കൂളിലെ ഒരു അധ്യാപിക മാത്രമല്ല, ഒരുപാട് അധ്യാപികമാർ, വേറൊരു അധ്യാപികയും തുറന്നു പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ ടീച്ചറിനെ പറ്റിയിട്ട്. അവിടെ വന്ന 35 കുട്ടികളെ തിരിച്ചയച്ചു വിടുന്ന, അവരെ ഈ പറഞ്ഞിട്ടുള്ള എന്നുവെച്ചാൽ അപമാനിച്ച് തിരിച്ചയച്ചു വിടുന്ന രംഗങ്ങൾ കണ്ണുകൊണ്ട് കാണേണ്ടി വന്ന ഒരു അധ്യാപികയുടെ തുറന്നു പറച്ചിൽ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ മറ്റേ മെയിൻ അധ്യാപിക ഉണ്ടല്ലോ, അവരെടുത്ത് അവിടുത്തെ കുറച്ച് പ്രവർത്തകർ വന്ന് ചോദിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ആ അധ്യാപികയുടെ വിഷ്വലും ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയാമല്ലോ. ഒരു മറുപടിയും ഇല്ലാതെ 35 കുട്ടികളെ അഡ്മിഷൻ എടുക്കാൻ, ഇപ്പം അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഏത് വസ്ത്രം ഇപ്പം പലരും പല വസ്ത്രങ്ങളിലായിരിക്കും വരുന്നത് അല്ലേ? അപ്പം അതിനെ എങ്ങനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഓക്കെ, പക്ഷേ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പലരും പല ഡ്രസ്സുകളായിരിക്കും ഇട്ടുകൊണ്ട് വരുന്നത്. അത് കണ്ട് അത് വിലയിരുത്തിയിട്ട് സ്കൂള് തുറങ്ങുന്ന സമയത്തും ഇന്ന ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് വരിക എന്നുള്ളൊരു വിലയിരുത്തൽ ശരിയല്ല. അല്ലേ പറയണം സ്കൂള്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാ കുട്ടികളും യൂണിഫോം ഇടുന്ന സമയത്ത് യൂണിഫോം ഇടുന്നത് അതൊക്കെ വേണ്ടുന്ന കാര്യമാണ്. കാരണം ഇന്ന ആൾ കളറും ഇന്ന ആൾ അല്ലെങ്കിൽ യൂണിഫോമും മറ്റൊരാൾ ഈ പറഞ്ഞിട്ടുള്ള മതപരമായിട്ടുള്ള ഡ്രസ്സും ഇട്ട് അത് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്കൂളിൻ്റെ നടപടി എന്താണ്? യൂണിഫോം ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർതിരിവില്ലാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുക എന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അത് ഓക്കെ, അത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ നിഷേധിച്ചത് ഒട്ടും ശരിയായുള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പം ഞാനിനി അവിടുത്തെ ഒരു അധ്യാപികയുടെ, ആ സ്കൂളിലൊരു അധ്യാപികയുടെ മെയിൻ അധ്യാപികയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ വെച്ച് തരാം. നിങ്ങൾ വെള്ളിയാഴ്ച വരുന്നില്ല, ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോള്ളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയം അപ്പം ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങാനും മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുപോകാന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ
എന്തല്ലേ വെള്ളിയാഴ്ച മാത്രം വരാൻ സാധിക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഒരു ടീച്ചറാണ്, ആ സ്കൂളിൽ തന്നെ ടീച്ചറാണ് പറയുന്നത്. ബാക്കി എല്ലാം അവർ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും ഈ പറയുന്ന ടീച്ചർ അതിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, മുസ്ലിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടുന്നത്. എന്തൊരു വർഗീയതയാണ് ഇവരൊക്കെ കൊണ്ടുനടക്കുന്നത് അല്ലേ. മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കും. ചൂരൽമലയിലെ സംഭവം നമുക്കറിയാലോ. അന്ന് ഈ മതവും ഇതൊന്നും ഇല്ലായിരുന്നു, എല്ലാ മനുഷ്യരും ഒന്നായിരുന്നു. അതുപോലെ കാണാൻ പഠിക്കുക. അതുപോലെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. എല്ലാ മനുഷ്യരും ഒന്നിച്ച് വേണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ ഇതുപോലുള്ള ആളുകളെ കാരണം അതും ഇല്ലാതാക്കും അല്ലേ. ഓക്കെ, ഞാനിനി ഇവിടെ മറ്റേ ആ വീഡിയോയും കൂടെ വെച്ച് തരാം. ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ. ഇവർക്ക് പറയാമെങ്കിലും പറയായിരുന്നു, ഇതാണ് റീസൺ എന്ന് പറഞ്ഞിങ്ങോട്ട് വിടുമായിരുന്നു. എന്തുകൊണ്ട് ഇവർ മൗനം പാലിച്ചു? അപ്പോൾ അതിൽ തന്നെ എല്ലാം വലിയ ഇവരുടെ മനസ്സിലൊരു ഇതുണ്ട്, മുസ്ലിങ്ങളെ ഇവിടെ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം. ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകും. ടീച്ചർ എന്താ ചെയ്തേ? അത്രയും കുട്ടികളെ എന്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല? അതിന്റെ റീസൺ ഒന്ന് പറയാനാ ടീച്ചറിനോട് മണിക്കൂറുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറിന്റെ എതിരെ മൊഴി കൊടുത്തു പറഞ്ഞ് ഒരു സഹപ്രവർത്തകയല്ലേ കടിച്ചത്. കടിച്ചില്ലെങ്കിൽ ആ ടീച്ചർ പറയട്ടെ. ടീച്ചർ വായിക്കാത്തോട്ട് കൈ കൊണ്ട് വെച്ച് കടിച്ചത് എന്ത്? ടീച്ചർ ഓക്കെ, ഈ 35 പിള്ളേർ നിങ്ങളുടെ വായിക്കാത്ത കൈ കൊണ്ട് വെച്ചോ. ഈ 35 പിള്ളേര് നിങ്ങൾക്ക് ഇതിപ്പോ വളർന്നല്ലോ. 35 പിള്ളേര് പിന്നെ നിങ്ങൾ അങ്ങനെ വെളിയിലിറങ്ങി ടീച്ചർ ഇതൊന്ന് പറ. ഈ ടീച്ചറെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു 35 പിള്ളേര് ഇവിടെ പഠിക്കാൻ വന്നു പറയും. ടീച്ചർക്ക് എന്താ പ്രശ്നം? ടീച്ചറാണോ അവർക്ക് ചെലവ് കൊടുക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ടീച്ചർ എന്തുകൊണ്ടാണ്? കണ്ടില്ലേ, അവർ റീസൺ പറയുന്നില്ല. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു 3 മിനിറ്റോളം ഉള്ളൊരു ക്ലിപ്പാണ്. അതിനകത്തൊന്നും ഇവർ റീസൺ പറയുന്നില്ല, അത് കഴിഞ്ഞിട്ടും പറയുന്നില്ല. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു മറ്റേ അൻസാരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് വെച്ച് തരാം. അത് ശശികല ടീച്ചറിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് വെക്കണം. ഇതുപോലെയുള്ള വിഷജീവികൾക്ക്, ജന്തുക്കൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മറുപടി നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുവെക്കുക, പുള്ളി പറയുന്നത്. വികാരമല്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയാമോ? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായി പോകും. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് വന്ന് കണ്ടിട്ട്, ഞങ്ങൾ മലയാളികൾക്ക് വലിയ ആഗ്രഹം, എന്തെങ്കിലും ഒരു നല്ല വാക്ക്, മനുഷ്യർക്ക് ഗുണമുള്ളൊരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെ നിങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എതിർപ്പൊന്നുള്ളതുകൊണ്ടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്ത്രീയായി പോയത്? ഇവിടെ ഇത് നമ്മൾ കണ്ടാണ് റഹീമുമായിട്ട് ബന്ധപ്പെട്ട്. റഹീം എന്ന നാട്ടിൽ എല്ലാവരും രക്ഷിച്ച് സഹായിച്ച് പുള്ളി രക്ഷപ്പെട്ടു വന്ന സമയത്ത് ആ സമയത്ത് ഒരു വിഷൻ ചീറ്റിയറിയലുണ്ടായിരുന്നു ശശികലയുടെ. അതിന് മറുപടി കൊടുത്തിയാണ് ഇത്. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വിഷൻ ചീറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള വർഗീയ ടീച്ചർമാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മൾ വെച്ച് പൊറപ്പിക്കല്ലേ. ഇങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഇവരെ പുറത്താക്കണം. അതാണ് വേണ്ടുന്നത്. ഇവർക്ക് ഒന്നും കൊടുക്കല്ലേ, ഒരു ആനുകൂല്യം കൊടുക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.